ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിൽ ഞാൻ പോയ ഒരു എൻഗേജ്മെൻറ്റ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാണ്. ഞാനിത് പോർട്രേറ്റ് മോഡലാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, കാരണം ഇത് ഷോർട്സിനും കൂടി ഇടാലോ എന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ അന്ന് ഞാൻ പോയ ലുക്ക് ഇതേപോലെ റീക്രിയേറ്റ് ചെയ്യാണ്. രാവിലെ പോകുന്ന നേരത്ത് എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം മുതൽ എടുത്ത വീഡിയോ ആണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കേണ്ട, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബീട്രൂട്ട് ലിപ് ബാം ഇല്ലേ, മറ്റേ ദേഗയുടെ ബീട്രൂട്ട് ലിപ് ബാം വെച്ചിട്ടാണ്. ഞാനിത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ കോലം നല്ല പോലെ ഇരിക്കുകയാണ്, പക്ഷേ അടിപൊളിയാണ്. ഇതിന് ടിൻ്റൊന്നുമില്ല, ഒരു ടിൻറ്റഡ് കളറൊന്നുമില്ല, ഒരു ഓർഗാനിക് ലിപ് ബാമാണ്, ഒരു നെയ്യിൻ്റെയൊക്കെ സ്മെല്ലാണ് ഇതിന്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒലയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഒലയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത്. അപ്പോൾ ഒല മോയ്സ്ചറൈസർ ഇടുക. ഞാൻ ഇത്രയും ഒരു എമൗണ്ടാണ് കേട്ടോ എടുക്കുക. ശേഷം ഞാനിവിടെ അത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക മീൻസ് അതൊന്ന് അബ്സോർബ് ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. SPF 50++ ഉള്ളതാണ്. അത് നമ്മൾ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയല്ല, എന്ത് ഞാൻ പറയണേ ചെയ്യുക. മീൻസ് നമ്മളത് അബ്സോർബ് ചെയ്യിപ്പിക്കരുത്, മേലിലൊരു ലെയർ പോലെ അത് എടുക്കാൻ പറ്റൂ, കിടക്കാൻ പാടുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതുപോലെ ഇടുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്ന് സെറ്റ് ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മുടെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് ലാക്മേയുടെ ഇൻവിസിബിൾ ഫിനിഷ് ഫൗണ്ടേഷൻ SPF 8. അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 04 ആണ്. ഞാൻ എൻ്റെ ഷെയ്ഡ് എടുക്കുന്നത്. ഞാൻ കുറേ മീൻസ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷെയ്ഡ് കറക്റ്റ് ആണോ നോക്കാറുണ്ട് ചിലത് വാങ്ങിച്ചിട്ട്, പക്ഷെ എപ്പോഴും എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ് കറക്റ്റ് ആവാറില്ല. ആൻഡ് ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഏകദേശം മാച്ച് ആവുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാ ഫൗണ്ടേഷനും എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡള്ളായിട്ടാണ് നിൽക്കാറ്. എല്ലാ മേക്കപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഫേസ് ബ്രൈറ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അത് ഡള്ളായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇതെടുക്കുമ്പോൾ ഏകദേശം എനിക്ക് ഫേസിൽ മാച്ചായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻവിസിബിൾ ഫിനിഷ് ഫൗണ്ടേഷൻ 04 ഷെയ്ഡാണ്. ഇപ്പം എൻ്റെ ഒരു സ്കിൻ ടോൺ പോലെയുള്ളവർക്കൊക്കെ ഏകദേശം ഇത് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കഴുത്തിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. മുടി പരത്തിയിടണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിലൊക്കെ ആവുന്നുണ്ട്, സോറി. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ, കാരണം നല്ല ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ അന്നേ ചെയ്തതിൽ ഈ കൺസീലറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇല്ലേ, അപ്പോൾ ആ സൈഡ് നമുക്ക് കൺസീൽ ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റിക്ക് കൺസീലറാണ്, NYBയുടെ സ്റ്റിക്ക് കൺസീലറാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് എന്താ, ബ്രോൺസ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്ക് മനസ്സിലായ, ഞാൻ കണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇത് ഞാൻ ആദ്യം കൊടുക്കേണ്ടതായിരുന്നു ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ മുന്നേ, പക്ഷേ നമുക്ക് കുഴപ്പമില്ല, ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാതും കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ ഒരു വൈറൽ ഹാക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാം കൂടി ഒരുമിച്ച് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ ഒരു കാര്യം പറയാം, ഞാൻ ഇന്ന് വരെ ഇങ്ങനെയും മേക്കപ്പ് ചെയ്തിട്ട് എവിടെയും പോയിട്ടില്ല. സോ ഞാൻ ഇത്രയും ചെയ്യാറില്ല സാധാരണ. ഫൗണ്ടേഷൻ മുന്നേ ഇട്ടിട്ടുണ്ട്, പക്ഷേ കൺസീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഐ ഷാഡോ ഇടലൊന്നും അങ്ങനെ ഇല്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരുന്നു. സംഭവം കൊള്ളാം. ഫസ്റ്റ് മേക്കപ്പ് ഏകദേശം മേക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടും വലിയ ബോറായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും കുളമാവും, നമ്മൾ വേർത്ത് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ഫുൾ ഡേ ഒക്കെ ഏകദേശം നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യാണ്. ഇതിൻ്റെ ബ്ലെൻഡിങ് ഒക്കെ
ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ അതിൻ്റെ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ എടുക്കുമ്പോൾ ഈ മേക്കപ്പ് സ്പഞ്ച് എടുത്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ സ്പഞ്ച് ഒന്ന് വെള്ളത്തിലിട്ട് നനച്ച് വെറ്റാക്കി പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. എല്ലാവർക്കും അറിയുണ്ടാവും വിചാരിക്കുന്നു. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുവാണ്. സോ അത് നമ്മൾ വെള്ളത്തിലാക്കി ഒരു വെറ്റായിട്ടുള്ള മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. പിന്നെ എനിക്ക് എന്തോ എവിടെയോ കുറവ് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഒന്നുകൂടെ ആ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ കൺസീലർ ഇത്രയും കണ്ണിന് താഴെയാണ് വർക്ക് ആവുന്നില്ല, പക്ഷെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിലൊക്കെ അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് ആ സൈഡ്. പിന്നെയും ബ്ലെൻഡ് അങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മേക്കപ്പ് ഈസ് ആൻ ആർട്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണെന്ന് ഇപ്പം മനസ്സിലായി. എന്നാലും പഠിച്ച ഏറെക്കുറെ ചെയ്ത് ശരിയാവുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ബ്ലൂ ഹെവൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇത് അത്യാവശ്യം നല്ല കോമ്പാക്ട് പൗഡർ. ഞാൻ എൻ്റെ ഷെയ്ഡ് എന്താണെന്ന് നോക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതെടുത്തിട്ട് എന്താ ചെയ്യാൻ പോണേ, ഞാൻ എൻ്റെ ആദ്യം നമ്മൾ തന്നെ നമ്മുടെ ഇപ്പം ഒരു ട്രിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ഐഷാഡോ ഇടണതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ഐലൈനർ ഇടണതിൻ്റെ മുന്നേ എപ്പോഴാണെങ്കിലും കണ്ണിൻ്റെ മേളിൽ കുറച്ച് പൗഡർ അല്ലെങ്കിൽ ഇതുപോലെ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്താൽ പിന്നെ കണ്ണെഴുതിയാലും കണ്ണിൽ എന്ത് നമ്മളൊരു മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും കണ്ണെല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. ആദ്യം തന്നെ കണ്ണിൽ കൊണ്ടുപോയി കുറച്ച് നേരം പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ഒന്ന് നല്ല പോലെ ചെയ്യാം. അത് അധികം തുടച്ചു കൊടുക്കുന്നു വേണ്ട കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് പോയിട്ടുണ്ടാവും. അവിടെ വലിയ ഓവറായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ ആവില്ല, കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോഴേക്കും നോർമലായിട്ടൊരു ലുക്കായിരിക്കും അപ്പോൾ ഉണ്ടാവുക. പിന്നെ നമ്മൾ എടുത്തതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഐബ്രോ പാലറ്റ്. ഇതിൻ്റെ ആയിരുന്നു ഞാൻ അന്ന് പറയാൻ പിന്നെയും മറന്നുപോയി. ഇത് ഏതിൻ്റെ ആണോ എന്തോ, ഞാൻ കിട്ടുവാണെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ എന്താ പറയുക, ഐബ്രോ ഫില്ല് ചെയ്യുന്ന പാലറ്റാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാന്നുള്ളത്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാൻ കറക്റ്റ് ഇങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. നേരത്തെ അന്നും പറഞ്ഞ പോലെ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിന് നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അതിപ്പോൾ ഒന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടിരിക്കും. സോ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതുവരെ ഒരു ഫംഗ്ഷനും ചെയ്ത് പോവാത്തൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആണ്. ഇതിൽ 1 2 3 4 10 ഷെയ്ഡ്സ് ഉണ്ട്, ഐഷാഡോസ് ഉണ്ട്. അപ്പം ഇതൊരു ഷിമ്മറി ഷെയ്ഡായിട്ടുള്ള ഐഷാഡോ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് സൂപ്പർ ഡൂപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐഷാഡോ ആണ്. ഇത് ഒരു ഷിമ്മർ ഷെയ്ഡ് ആവുകൊണ്ട് നമ്മളതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കൈ വെച്ചിട്ട് അത്രയ്ക്ക് വർക്ക് ആവണില്ല. അപ്പം ഞാൻ അതിൻ്റെ ബ്രഷ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യാറുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഐഷാഡോ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. ഈ ഇത് ഞാനൊന്ന് കറക്റ്റായിട്ട് ഫില്ലായി വരാനുള്ള ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ഇതിന് ആവശ്യമാണ്. അതും നല്ലപോലെ ഐഷാഡോസൊക്കെ നല്ല അടിപൊളിയായി എഴുതുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, എത്ര ടൈം എടുത്ത് എത്ര പേഷ്യൻസ് ആയിട്ട് എടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയാഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ കുറേ നേരം ടൈം എടുക്കുന്നുണ്ടായിരുന്നു എല്ലായിടത്തും ഒരേപോലെ ഫില്ലായിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ.
അപ്പോൾ ഞാൻ ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇടുന്നത്. ലൈറ്റായിട്ടുള്ള ഒരു ഷിമ്മറി ഷെയ്ഡ് ആവുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ തന്നെ ചില ഷെയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഷിമ്മറി ഷെയ്ഡാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഐ ഷാഡോ ആണ്. സോ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മൾ ഐ ഷാഡോയിലുള്ള പണി അവസാനിപ്പിച്ചിട്ട് നമ്മൾ ലിപ് ലൈനർ അല്ല, സോറി, ഐ ലൈനർ ഇടാൻ പോവാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ വിങ് ലൈനറാണ് ചെയ്യുന്നത്. എന്തെന്നറിയില്ല, എനിക്ക് വിങ് ലൈനർ ഇടുന്നതാണ് ഇപ്പോൾ ഇഷ്ടം. മുന്നേ ഞാൻ അങ്ങനെ വിങ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അറിയില്ല, എന്നാലും ഇതിന് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിങ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ നോക്കി ആദ്യം ചെയ്തു, നടക്കുന്നില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഐ ആണെന്ന് തോന്നുന്നു, ഇപ്പോൾ ഈ ഐ ആണോ, ഞാൻ മറ്റേ കോമ്പാക്ട് പൗഡറിൻ്റെ ഒരു കണ്ണാടി ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഐലൈൻ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് ചെയ്യുവാണ്. ഒരുപാട് ഞാൻ കാണിച്ച വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആവുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ ഷോർട്ടാക്കാൻ ട്രൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഐയും ചെയ്ത് കഴിഞ്ഞു. ഏകദേശം പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐ ഷാഡോ ചെയ്ത് പറഞ്ഞാൽ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഐ ലൈൻ ചെയ്തതിൻ്റെ കുറച്ച് മുന്നേ വരെ അങ്ങനെ അവിടെ മാത്രമായിട്ട് ചെയ്യാനുള്ള പോലെയാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കണ്ണ് എഴുതി കഴിഞ്ഞത്. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മസ്കാര ഇടുകയാണ്. 2 കണ്ണിലും മസ്കാര ഇടുക. നമ്മളിനി കാജൽ എഴുതി കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ മിഡിൽ വരെ ചെയ്യാറുള്ളൂ, അറ്റത്തേക്ക് കൊണ്ടുപോകാറില്ല താഴെ. അപ്പോൾ ഞാൻ അത്രയും ഭാഗം തന്നെ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഞാനിവിടെ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ലിപ് ബാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2 ലിപ്സ്റ്റിക്കും കൂടെ രണ്ടും കൂടെ ഒരുമിച്ചായിട്ട് കമ്പൈൻ ചെയ്തിടാനുള്ള പ്ലാനില്ല. അപ്പോൾ എക്സ്ട്രാ നമ്മുടെ ലിപ് ബാം വല്ലതും ഉണ്ടെങ്കിൽ അതും തുടച്ച് കളയുക. എന്നിട്ട് ഞാൻ ഈ കളർ ലിപ്സ്റ്റിക്ക് കൊണ്ട് അതിനെ ലിപ്പ് ലൈൻ ചെയ്യാണ് കേട്ടോ. ഇവിടെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെ ഒരുപാട് ഉള്ളിൽ ബ്ലെൻഡ് ചെയ്യുന്നില്ല. ഈ കളർ വെച്ചിട്ട് ലിപ്പിനൊരു ലൈൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ് എൻ്റെ മറ്റേ ലിപ്സ്റ്റിക്ക്, ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം ആ ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അത് ഉപയോഗിച്ചൊരു വഴി കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സെയിം കളർ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലഷ് ചെയ്യുകയാണ്. അതിന് 2 ഡോട്ട് 2 ചീക്സിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സൊന്ന് മാജിക്കിൽ മാറ്റാം. എന്നിട്ട് ഞാനിതിനൊരു ഇത് കംപ്ലീറ്റ് ആയ ഒരു പൊട്ടും കൂടെ വയ്ക്കണം. അപ്പോൾ നമുക്ക് പൊട്ട് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.